أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. MS വോയിസിന്റെ ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതി പഠിക്കാം, ചെറിയവർക്കും വലിയവർക്കും ഖുർആൻ പഠിക്കാം എന്നുള്ള എഴുത്ത് കണ്ട് തമ്പുന കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ തൊട്ട് വന്നത് എങ്കിൽ, ഈ വീഡിയോ കാണാൻ വന്നത് എങ്കിൽ, ഖുർആൻ ഓതി പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിന് ബേസിക്കായിട്ട് അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയണം. വായിക്കാൻ അറിയാനുള്ള എളുപ്പ വഴി എഴുതി വായിച്ച് പഠിക്കലാണ്. അങ്ങനെ അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയുന്ന ആളുകൾക്ക് ചില അക്ഷരങ്ങൾ എഴുതാനും വായിക്കാൻ അറിയാം, ചില അക്ഷരങ്ങൾ എഴുതാനും വായിക്കാൻ അറിയില്ല. അങ്ങനത്തെ ഒരുക്കല്ല. അറബി അക്ഷരങ്ങളെല്ലാതും 28 അക്ഷരങ്ങൾ കണ്ടാലറിയണം. കൂട്ടി എഴുതുന്നതും നീട്ടി എഴുതുന്നതും ഒക്കെ അറിയുന്ന ആളുകൾക്ക് ഖുർആൻ ഓതി പഠിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പല ആളുകൾക്കും ഇത് അറിയാൻ ഇച്ചിരി പ്രയാസമാണ്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ മറന്നുപോയി ഖുർആൻ ഓത്ത് പതിവില്ലാത്തത് കാരണം ഖുർആൻ ഓത്ത്
പിന്നെ ശരിയായി ഓതാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരല്പം സബർ ചെയ്ത് ക്ഷമിച്ച് കുറച്ച് നാള് അറബി അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്ന ക്ലാസ്, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ 10-15 ദിവസം അറബി അക്ഷരങ്ങൾ കൂട്ടി എഴുതുന്നതും നീട്ടി എഴുതുന്നതുമായ ആ ക്ലാസ് ഒന്ന് കണ്ടു പഠിക്കുക. അതിന്റെ ക്ലാസ്സുകൾ, അതിന്റെ ലിങ്കുകളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഓർഡർ അനുസരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ലാസ്റ്റ് 286 നമ്പറുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് വിട്ടുതരിക. ആ ക്ലാസ് ശരിക്കൊന്ന് കണ്ട്, ഇപ്പോൾ 3-ലും 4-ലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാകാം, പക്ഷെ അറബി എഴുതാനും വായിക്കാനും അറിയില്ല, അവർക്കൊക്കെ വളരെ ബെറ്ററാണ്. അതുപോലെ തന്നെ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ 80 വയസ്സായവർ, 79 വയസ്സായവർ, 70 വയസ്സായവരൊക്കെ അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിച്ച് ഇപ്പോൾ ഖുർആൻ ഓതി വിടുന്നവരുണ്ട് നമുക്ക്. അപ്പം അത് വേണമെന്ന് വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല, പ്രായമൊന്നും നമുക്കൊരു പ്രശ്നമില്ല, നമ്മളെ മനസ്സാണ് പ്രധാനം. പഠിക്കണം, ഞാൻ എഴുതി വായിച്ച് പഠിക്കും എന്നൊരാൾ തീരുമാനം എടുത്താൽ അള്ളാഹിന്റെ തൗഫീക്ക് കൂടെ ഉണ്ടാവും. എന്നെ കൊണ്ട് കയ്യോ, ഇതിൽ പ്രായമൊക്കെ ആയില്ലേ, പല്ലൊക്കെ പോയില്ലേ, ഇനി ഞാൻ ഓതിയാൽ ശരിയാവുമോ, ഇങ്ങനെ അവനവനെ തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടാവും. ആദ്യം നമ്മളെ വിശ്വസിക്കണം, എന്നെ കൊണ്ട് കഴിയും എന്ന് തീരുമാനം എടുക്കുക. പഠിച്ചവനെ എനിക്ക് തൗഫീഖ് താ എന്ന് പറഞ്ഞുകൊണ്ട് അതിനായി ഇറങ്ങിക്കഴിഞ്ഞാൽ അറബി എഴുത്തും വായനയും പഠിക്കാനും ഖുർആൻ ഓതി പഠിക്കാനും ഖത്മ് തീർക്കാനും ഒന്നും ഒരു പണിയില്ല. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ അറബി എഴുത്തും വായനയും പഠിച്ച് ഖുർആൻ ഓതി പഠിച്ച് ഖത്മ് തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അറബി കുറച്ചൊക്കെ എഴുതാനും വായിക്കാനും അറിയുന്നവരും ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയുമായി മുന്നോട്ട് പോകാം. നമ്മൾ സൂറത്തുൽ ബയ്യിന 3 ക്ലാസ്സുകളിലായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം എടുത്ത് അവസാനിപ്പിച്ചു. സൂറത്ത് നബ മുതലാണ് അവസാനത്തെ 30-ാമത്തെ ജുസ് ആണ് നമ്മൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഏകദേശം കുറച്ച് സൂറത്തുകൾ മാത്രമാണ് നമുക്ക് എടുക്കാനുള്ളത്. ഈ ഒരു ജുസു മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ എഴുതി പഠിപ്പിക്കുള്ളൂ. ഈ ഒരു ജുസു ഒന്നും മുഴുവനും എഴുതി വായിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അറബി അക്ഷരങ്ങൾ ശരിക്കും എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ നാം ഈ ചെയ്തിട്ടുള്ള ഒരു 10 ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ സ്വന്തമായി നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിയും. ആദ്യം മുതൽ തന്നെ കാണണം, കാരണം അത് ഒറ്റക്ഷരം എങ്ങനെ കൂട്ടി എഴുതുന്നു എന്നുള്ളതൊക്കെ ശരിക്കും കാണിച്ചിട്ടാണ് സൂറത്തു നബയൊക്കെ നമ്മൾ എടുക്കുന്നത്, ഫാത്തിഹയൊക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ ഖത്മ് തീർക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇന്ന് നമ്മൾ പുതിയൊരു സൂറത്താണ് എടുക്കാൻ പോകുന്നത്. സൂറത്തു ബയ്യിന നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി സൂറത്തു സൽസല എന്ന് പറയുന്ന സൂറത്താണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. എങ്ങനെ എഴുതാ നോക്കെല്ലാരും ബോർഡ് നോക്കിട്ടാ. ഇദാ സുൽസിലത്തി. ഇദാ സുൽസിലത്തി. ഈ താ അല്ല, ഇതിനെ ഹാത്ത എന്ന് പറയും, ഇതിനെ ശരിക്കും താ എന്ന് പറയും. ഇദാ സുൽസിലത്തി. ഓക്കെ, സുൽസിലത്തി. ഇനി അലിഫ്. സുൽസിലത്തിൽ അർളുന. സുൽസിലത്തിൽ അർളു. ഇൽ അർളു എങ്ങനെ എഴുതാ? ഇൽ ആയിപ്പോ റു ആയിപ്പോ. സുൽസിലത്തിൽ അർളു. ഇദാ സുൽസിലത്തിൽ അർളു. ഇൽ അർളു എങ്ങനെ എഴുതാ? അലിഫ് ലാമും പിന്നെ അലിഫും. സുൽസിലത്തിൽ ലാം ഇതാണ് കേട്ടാ. പിന്നെ ഒരു ഇപ്പൊ എന്താ? ഇൽ ആന്നത് വായിക്കാം. എന്താ വായിക്കാ? ഇൽ ആ. ഇൽ ആ. ഇദാ സുൽസിലത്തിൽ അർളു. ഓക്കെ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഇത് കുത്താണ് ട്ടാ. സിൽസാലഹാ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. സുൽസിലത്തു അല്ലട്ടാ, സിൽസില അല്ലട്ടോ, സായാണ്. സായ്. ചെവിന്റെ സൈഡിൽ കൂടെ വണ്ട് ഈച്ചൊക്കെ ഇങ്ങനെ പോകുമ്പോൾ സൗണ്ട് ഉണ്ടാവൂല.
സുൽസില സുൽസില സുൽസില. ഓക്കെ. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ. അടുത്ത ആയത്ത് നോക്കിക്കോളി. വഅഖ്റജ വഅഖ്റജ വഅഖ്റജതി അഖ്റജതി ജതി. പിന്നെ ഇതുപോലെ വഅഖ്റജത്തിൽ അർളു ഇൽ അർളു അസ്ഖാലഹ. തായിന് പുള്ളിയുള്ള കേട്ടോ, 3 പുള്ളി തായിന്റെ മേലെ പുള്ളിയുള്ളത്. അസ്ഖാലഹ. ആയത്ത് അവസാനിച്ചു. അഖ്റജത്തിൽ അർളു അസ്ഖാലഹ. അടുത്തത് വഖാലൽ ഇൻസാനു മാലഹ. വഖാല എങ്ങനെ ഇതാ? വഖാല. പിന്നെ ഇൻസാനു ഇങ്ങനെ വഖാലൽ ഇ അലിഫ് ലാം ഖാലൽ ഇ വഖാലൽ ഇ ഐ. ഇനി എന്താണ്? ഇൻസാനു. ഈ അവിടെ ഉണ്ട്, ഇനി നിസാനു മതി. വഖാലൽ ഇൻസാനു വഖാലൽ ഇൻസാനു. ചില ഈ കുഞ്ഞലിഫ് ഇട്ടിട്ട് എഴുതുണ്ടാ ഇങ്ങനെ. ഖുറാനിൽ അങ്ങനെ എഴുതിക്കണ സീൻ ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊടുന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു കുഞ്ഞലിഫ് ഇടും. അപ്പോൾ എന്താ വൈക? ഇൻസാനു വഖാലൽ ഇൻസാനു മാലഹ. മാലഹ. ആയത്ത് അവസാനിച്ചു. വഖാലൽ ഇൻസാനു. സാക്കിനായ നൂനുണ്ട് ഇവിടെ, അതിന് ശേഷം സീനുണ്ട്. അപ്പൊ ഇവിടെ ഇഖ്ഫാണ് നിയമം കേട്ടോ. അപ്പൊ അതനുസരിച്ച് ഓതണം. വഖാലൽ ഇൻസാനു മാലഹ. അടുത്ത ഞാൻ ഇതിനങ്ങളൊന്ന് വായിക്കട്ടാ. യാ വാ. എന്താ വായിക്ക? മീമ് ഹംസ് ദാല്. എന്താ വായിക്ക? നിത്താ ഹാ ദാല് ട്ടാ. വായിച്ചോളി. യൗമഇദിൻ തുഹദ്ദിസു യൗമഇദിൻ തുഹദ്ദിസു. അതിന്റെ ബാക്കിട്ടാ. ഹംസ് അ ഖാ ബാ. ബായിന് നീട്ട അലിഫ്. ഇപ്പൊ എന്തായി? വായിച്ചോളി. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അടുത്ത ആയത് ബാ ആണ്. എന്താ ഹംസ. വായിച്ചോളി. എന്താ വായിക്ക? റാ ബാ കാഫ്. ബായിന് ശദ്ദ്. വായിക്കി. ബിഅന്ന റബ്ബക ബിഅന്ന റബ്ബക. ഇനി ഒരു ഹംസ് അ ഖാ ബാ. ബാന് നീട്ടാൻ അലിഫ്. റാ ഹാ. എന്താ വായിക്ക? ആയത്ത് അവസാനിച്ചു. ബിഅന്ന റബ്ബക അഖ്ബാറഹ. ബിഅന്ന റബ്ബക അഖ്ബാറഹ. ഇനി നോക്കി വെക്കുക. ഇദാ സുൽസിലത്തിൽ അർളു അല്ലെ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ബിഅന്ന റബ്ബക അവിടെ നിന്നാണ് തെറ്റിണ്ട് കേട്ടാ. ബിഅന്ന റബ്ബക അഖ്ബാറഹ എന്നല്ല, ബിഅന്ന റബ്ബക. നോക്കിക്കോളെ എന്താ വായിക്ക? വായിക്കി. ഒരു ഹാവും ഒരു യാവും. ഇപ്പൊ എന്താ വായിക്ക? ഔഹാ ഔഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ
ഔഹാലഹാ. ഓക്കെ, അടുത്ത ഇനി 2 തുണി 3 4 തുണി കഴിഞ്ഞാൽ തീർന്നുട്ടാ. നോക്കാം. ബിഅന്ന റബ്ബക ഔഹാലഹാ. അടുത്ത് നോക്ക്, നമ്മളിവിടെ എഴുതിയ ഈ വാക്ക് തന്നെ എഴുതാനുള്ളത്. ഇതെന്നാ വായിക്ക? നോക്കൂ. യൗമ യൗമഇദിൻ. ഇനി നോക്ക്, യാ അതിനുള്ളിലൊരു സ്വാദ് ധാല് വായിക്കി. വായിച്ചോളി. എന്താ വായിക്ക? വായിച്ചോളി. അലിഫ് ലാമ് നൂന്, നൂന് അലിഫ് സീന്. എന്താ വായിക്ക? അടുത്തത് അലിഫ്, അലിഫ് അല്ല ഹംസ് ഷീന്. എന്താ വായിക്ക? വായിച്ചോളി. വായിക്കി. കസ്റ തൻവീന് ശേഷം യാവ് വന്നു. ഇതാ പിന്നെയാണ് അപ്പോൾ ശബ്ദ വരും കേട്ടാ. യൗമഇദിയസ്ദുറുന്നാസു. ശബ്ദുള്ള നൂനിനെ മീമിനെ നന്നായി മണിക്കണം. യസ്ദുറുന്നാസു അശ്താതൻ. അശ്താതൻ. ഇവിടെ അശ്താത്ത എന്ന് പറഞ്ഞാൽ നിർത്താം. അശ്താത്ത ആയിട്ട് അവസാനിച്ചിട്ടില്ല. ബാക്കി നോക്കൂ. എന്താ വായിക്ക? ഒരു അലിഫും കൂടി ഉണ്ട്. തൻവീന് ശേഷം, തൻവീനുകൾക്ക് ശേഷം സാക്കിനാനൂന് ശേഷം ലാമു വന്നാൽ ഇദ്ഗാം ബിലാവുന്നെയാണ്. ഇദ്ഗാം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ തൻവീനുകൾക്കും സാക്കിനാനൂന് ശേഷം വന്ന അക്ഷരത്തിന് ശബ്ദ് ഉണ്ടാവും. അതാണ് ഇദ്ഗാം ചെയ്യാന്ന് പറഞ്ഞാൽ. ശബ്ദ് ഉണ്ടാവും, പക്ഷെ മണിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ശബ്ദ് ഉള്ളത് പോലെ ഉച്ചരിക്കണം, ഇവിടെ തൻവീൻ ഇല്ലാത്ത പോലെ. തൻവീൻ ഉണ്ടാവുമ്പോൾ മണി വരും, തൻവീൻ ഇല്ലാത്ത പോലെ ഉച്ചരിക്കുക. അങ്ങനെ അശ്താതല്ലി, അശ്താതല്ലി. ഇതിനാണ് ഇദ്ഗാമും ബിലാവുന്ന എന്ന് പറയാം കേട്ടാ. എഴുത്തിങ്ങനെ തന്നെ എഴുതാം. നമ്മൾ ഓതുമ്പോ ഒരു ഫത്ത ഉള്ളത് പോലെ ഓതാൻ പാടുള്ളൂ. എന്നിട്ട് ലാമിന് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം. അശ്താതല്ലിയുറൗ, അശ്താതല്ലിയുറൗ. കഴിഞ്ഞിട്ടില്ല ആയത്ത് കേട്ടാ. ഇതാ നോക്കൂ. ഹംസ്, ഐന്, മീമ്. മീമിനെ നീട്ടാന് ഒരു കുഞ്ഞലിഫ്, ഒരു ലാമ്, ഒരു ഹാ, ഒരു മീമ്. എന്താ വായിക്ക? അഅ്മാലഹും. ആയത് അവസാനിച്ചൂടെ. യൗമഇദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. അടുത്ത ആയത്ത് നോക്കൂട്ടാ. ഫാ, മീമ്, നൂന്. വായിക്ക? വായിക്ക മക്കളെ. യാ, ഐന്, മീമ്, ലാം. വായിക്ക. എന്താ വായിക്ക? അടുത്തത് മീമ്, സാ, ഖാഫ്. വായിക്ക. ഖാഫിനെ നീട്ടാൻ അലിഫ്, ലാമ്. ലാമിന് 10 കേട്ടാ. അപ്പൊ നോക്കാണി, സാക്കിനാനൂന് യാവ് വന്നു. അപ്പൊ ഇവിടെ ശബ്ദ വരും. ഫമൻ യഅ്മൽ മിസ്ഖാല, ഫമൻ യഅ്മൽ മിസ്ഖാല. പുള്ളിയുള്ളത് ആല്, റായിന് ശബ്ദ്. വായിച്ചോളി. തായിന് കസ്റ തൻവീൻ. മിസ്ഖാല ദർറത്തിൻ. ഇനി ഒരു ഖാ, ഖായിന് യാഉ റാഉ. ഖാ കഴിഞ്ഞിട്ട് ട്ടാ. എന്താ വായിക്ക? ഖൈറൻ, ഖൈറൻ. ഫമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ. ഇനി അടുത്തത് ട്ടാ. ഇതിന്റെ ബാക്കിയുള്ളത് നോക്കിക്കോളി. യാ, ഒരു റാ, ഒരു ഹാ, എന്നിട്ടൊരു വാവ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വായിക്ക? ഇവിടെ വാവ് ഇട്ട് കൊടുക്കണ്ട, അത് നമ്മൾ ഓത്തിൽ വരുന്നതാണ്. അത് ഇവിടെ ആയത്ത് അവസാനിച്ചു. ഇനി അടുത്ത ആയത്ത് വരുമ്പോഴാണ് വാവിന്റെ ഉപയോഗം അവിടെ വരിക. ഞാൻ പറഞ്ഞുതരാം. ഫമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. യറഹ് എന്ന് പറഞ്ഞിട്ട് ഹായിന് സുക്കൂൻ കൊണ്ടാണ് നിർത്തിയാൽ മതി. യറഹ്,
ആണ്. ഹായിന് സുക്കൂനാണ്. അവസാനത്തെ സുക്കൂനും കൊണ്ടല്ലേ നിർത്താം. അങ്ങനെ പറഞ്ഞ് നിർത്താം. فمن يعمل مثقال ذرة خيرا ഫതദൻവിനെ ശിയാവ് വന്നപ്പോൾ ശ്രദ്ധ കൊടുക്കണം. അന നിർത്തി. ആയത്ത് അവസാനിച്ചു. ഞാൻ അടുത്ത ആയത്ത് നോക്കിക്കോളി. വീണ്ടും ഒരു ഫാക്ക് പകരം മീം വന്നു. ഇവിടെ ഫാ അല്ലേ, ഇവിടെ വാവ് വന്നു കേട്ടാ. വായിച്ചോളി. എന്താ വായിക്ക? ഐന് മീം ലാമ്. ഇവിടെ ശ്രദ്ധ വരും. നൂന് ശിയാ വരുമോ? എന്താ വായിക്ക? വമൻ യഅമൽ. ഇവിടെ എഴുതിയ തന്നെ മിസ്ഖാല. നേരത്തെ എഴുതിയ തന്നെ. ഒരു ഷീനി ഒരു റാ ശബ്ദുള്ള. എന്താ വായിക്ക? എന്താ വായിക്ക? എന്താ വായിക്ക? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഇതൊക്കെ ഹാ ഉല്ലമീറാണ്. ഇത് ഹാ ഉല്ലമീറാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു ഹാ ഉല്ലമീറിന്റെ മുമ്പും ശേഷവും ഹർക്കത്താണെങ്കിൽ ഹാ ഉല്ലമീറിന്റെ നീട്ടം എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയ ഹാ ഉല്ലമീറിന്റെ ഹാന്റെ മുമ്പ് ഫത്തഹാണ്, ഇവിടെ ഹർക്കത്താണ്. ഹായിന് ശേഷം ആ ഹായോടുകൂടി ആയത്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത ആയത്തിന്റെ തുടക്കത്തിലുള്ള അക്ഷരം എന്താണ്? വാവാണ്. വാവിന് ഫത്തഹാണ്. അപ്പൊ ഹാ ഉല്ലമീറിന്റെ മുമ്പും ശേഷവും ഹർക്കത്താണെന്ന് പറയാം. അപ്പൊ ഒരാൾ കൂട്ടി ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതണം? فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അങ്ങനെ ഓതലില്ല. ഓതുന്ന ആൾക്കാർ ഓതുകയാണെങ്കിൽ ഇവിടെ നീട്ടി ഓതണം എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. യറഹു വമൻ യഅമൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു വാവ് വരും. എപ്പോ? ഇനി അടുത്തതുമായി കൂട്ടി അടുത്ത സൂറത്തുമായി കൂട്ടി ഓതുകയാണെങ്കിൽ പിന്നെ ബിസ്മി കൂട്ടി ഓതാ. എങ്ങനെ? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അടുത്ത ആയത്ത് അടുത്ത സൂറത്ത് ഓതി പോവാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് ഒന്ന് നീട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഖുർആനിൽ ഇങ്ങനെ ഒരു വാവ് ഇട്ടിട്ടുണ്ടാവും. നമ്മളെ മുസ്ഹഫിൽ ഇങ്ങനെ വാവ് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നിർത്തുമ യറഹു എന്ന് പറഞ്ഞ് നിർത്തരുത്, നീട്ടി നിർത്തരുത്. ഇത് കൂട്ടി ഓതുമ വരുന്ന വാവാണ്. കൂട്ടി ഓതുമ്പോ ഇവിടെ വാവ് വരുന്നതാ. നമ്മൾ കൂട്ടി ഓതുന്നില്ല, നിർത്താണ് അവിടെ. അപ്പൊ പിന്നെ വാവ് അവിടെ ഉച്ചാരണത്തിൽ വരാൻ പാടില്ല. ചിലവർ ഇങ്ങനെ നിർത്തും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. അങ്ങനല്ല. ശർറൻ ഖൈറൻ യറഹ് ശർറൻ യറഹ് അങ്ങനെയാണ് നിർത്തേണ്ടത്. സൂറത്തു സൽസല കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ഓതിയൊക്കെ ഒന്നും കൂടി. ഇദാ സുൽസിലതിൽ അർളു. ഇവിടെ അർളു എഴുതുമ്പോ ഇവിടെ ഒരു ഹംസ് വേണം കേട്ടാ. അർളു അർളു ഇവിടെ എഴുതിയിട്ട് നമ്മൾ എടുത്ത് മാറ്റി. അർളു സിൽസാലഹാ വഅഖ്റജതിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. ഇവിടെ കുറച്ച് ഇങ്ങനെ ഹാ എന്ന് പറഞ്ഞ കുറച്ച് നീട്ടി നിർത്താം കേട്ടാ. يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره صدق الله مولانا العظيم. ഞാനിങ്ങനെ വേഗം പെട്ടെന്ന് എഴുതി പോകും, വീഡിയോയിൽ വല്ലാണ്ട് ലെങ്ത് ആവണ്ട എന്ന് കരുതിയിട്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇങ്ങനെ നിർത്തി
ഞാൻ പറയുന്ന വാക്കുകൾ ശരിക്കും മനസ്സിലാക്കി എഴുതിയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പോയാൽ മതി കേട്ടാ. ആദ്യം ഒരു വട്ടം വീഡിയോ ശരിക്കും കാണുക, അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക, ഞാൻ പറയുമ്പോൾ അതേപോലെ നിങ്ങളും സ്വയം എഴുതി നോക്കുക. ഞാൻ ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്തത്, പിന്നെ ഞാൻ ഓതിയിട്ട് എഴുതുക ചെയ്തത്. ഇവിടുന്ന് നമ്മൾ ഓതാതെ എഴുതിയിട്ട് ഓതുക ചെയ്തത്. രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞ് നിങ്ങളെ കേൾപ്പിച്ചിട്ട് പിന്നെ അത് എഴുതുകയാണ്. അപ്പൊ നിങ്ങളെ മനസ്സിലെ അക്ഷരങ്ങളുടെ രൂപമൊക്കെ വരും എങ്ങനെ എഴുതണ്ടെന്നുള്ളതൊക്കെ, എന്നിട്ട് നമ്മൾ അത് ബോർഡുമേ എഴുതുകയാണ്. അപ്പൊ അതിൽ നിങ്ങളൊന്നും കൂടി ക്ലിയർ ആവാണ്. പിന്നത്തത് നമ്മളിവിടെ എഴുതിയിട്ട് നിങ്ങളോട് സ്വയം വായിക്കാൻ പറയണം. കൂടെ നിങ്ങൾ വായിക്കണം. എഴുതാൻ പറയുമ്പോൾ കൂടെ നിങ്ങൾ എഴുതുന്നത് ചിന്തിക്കണം, ശ്രദ്ധിക്കണം, എന്നാലൊക്കെ ഇത് മനസ്സിലാവുള്ളൂ കേട്ടാ ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ് ഓതി പഠിക്കാനും ഖത്മ തീർക്കാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മളെല്ലാ വീഡിയോയിലും തുടക്കത്തിലും അവസാനത്തിലും ഹാഫിദ് അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്ത് ഇടാറുണ്ട്. ഉസ്താദിന്റെ വാപ്പ മരണപ്പെട്ടു പോയ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവര് അറിയണം. ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. നിങ്ങളാൽ കഴിയുന്ന ദിക്ർ, സ്വലാത്ത്, ഖുർആൻ, ഫാത്തിഹ ഒക്കെ ഓതി ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി അദ്ദേഹത്തിന് വേണ്ടി, ആ പിതാവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഹാഫിദ് അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ട് സാവധാനം ഖുർആന് നോക്കി ഓതാൻ പഠിക്കുക, കാണാതെ ആരും പഠിക്കരുത് കേട്ടാ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഖുർആൻ കേൾക്കല്ലേ, ഉസ്താദിന്റെ ഓത്ത് ഖിറാഅത്ത് കേൾക്കല്ലേ, എന്നാ കേട്ടോളി കേട്ടോ. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. صدق الله العظيم. ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവരും ഒരു 3 സ്വലാത്ത് ഇല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനുറഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പിഴൽ വന്നവന് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാഹ്. നിനക്ക് മിസ്ലെ സവാബ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്കും എത്തിക്കണേ അല്ലാഹ്.
റഹ്മാനായ റബ്ബേ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതി പഠിക്കാനും ഖത്മ തീർക്കാനൊക്കെ ഉള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ പരിശുദ്ധമായ ബലിപെരുന്നാൾ ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠമാക്കപ്പെട്ട 10 ദിവസങ്ങൾ അയ്യാമത്ത് ശരിക്കുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങളോട് വിട പറഞ്ഞു റബ്ബേ. ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചെയ്ത സൽക്രമങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഇബാദത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ, എല്ലാ സൽക്രമങ്ങളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹു പുണ്യ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവർ അയ്യാമത്ത് ശരിക്കോടുകൂടെ ജംറകളിലുള്ള എറിയലൊക്കെ കഴിച്ചുകൊണ്ട് തഹല്ലുലായിക്കൊണ്ട് വിദാഇന്റെ തവാഫൊക്കെ ചെയ്തുകൊണ്ട് അവർ മദീനത്തേക്ക് യാത്രയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള സിയാറത്ത് ചെയ്യാൻ വേണ്ടി പലവരിലെയും നാട്ടിലേക്കൊക്കെ മടങ്ങി. അല്ലാഹുവേ, അവരുടെ ഹജ്ജുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, അവരുടെ ദുആകളിലൊക്കെ ഈ പാപികളായി ഞങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ ഗേഹങ്ങൾ സന്ദർശിക്കാൻ, മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മരിക്കുന്നതിന് മുമ്പ് നിർവഹിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അല്ലാ ഞങ്ങളെ ലോക വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ഉപ്പമാർ സഹോദരിമാരുണ്ട്. എല്ലാവരെയും മുറാദുകൾ ഹസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി ഖൈറിലാക്കണേ അല്ലാ. റബ്ബേ, മഈശത്തിന്റെ മേഖലയിലൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതി സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെയൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഇസ്സത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, വിദ്യാർത്ഥിനികൾ എല്ലാവരുടെയും മുറാദുകളൊക്കെ ഹാസിലാക്കി ഇരുലോക വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരണം. മറ്റുള്ളവരിലേക്കൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പരിചയപ്പെടുത്തണം. അവരിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളിതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.